നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം, അങ്ങനെ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു മുന്നണിയും പാർട്ടിയുമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയും അതേപോലെ തന്നെ കോൺഗ്രസും. അവർ രാജ്യത്തുടനീളം പറയുന്നത് എന്താണ്? ഇവിടെ ജാതി സെൻസസ് വേണം, സംവരണം വേണം, OBC സംവരണം വേണം, ദളിത് സംവരണം കൂട്ടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുത്തിത്തിരിപ്പിന് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാശ്മീരിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങൾ, മാപ്രകൾ അത് ഒരു വാർത്ത പോലും ആക്കുന്നില്ല എന്നിടത്താണ് ആ കാര്യത്തിൻ്റെ ഗൗരവം കിടക്കുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കാശ്മീരിൽ നേരത്തെ ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്നു. മോദി സർക്കാർ ആർട്ടിക്കിൾ 370 എടുത്ത് ദൂരെ കളഞ്ഞു. അതിനുശേഷം ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെ പോലെ ഒരു പ്രദേശമായി അല്ലെങ്കിൽ ഒരു സ്ഥലമായി മാത്രം കാശ്മീർ മാറി. അതിനുശേഷം അവിടെ ടൂറിസം വികസനമൊക്കെ വലിയ രീതിയിൽ നടന്ന കാര്യം നമുക്കറിയാം. ഒപ്പം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ ചില കാര്യങ്ങൾ അവിടെയും നടക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് OBC ദളിത് സംവരണങ്ങൾ അവിടെ അനുവദിക്കപ്പെട്ടു. അപ്പോൾ അതാ സംവരണത്തിനെതിരെ, റിസർവേഷനെതിരെ അവിടെ ആദ്യം വിദ്യാർത്ഥികൾ എന്ന ഭാവേനെ, പിന്നീട് സകലമാന മുസ്ലിം പാർട്ടികളും അതേപോലെ തന്നെ അവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള നാഷണൽ കോൺഫറൻസ് ശ്രീനഗർ MP രുഹുൽ മോദി നയിക്കുന്ന ഒരു പ്രക്ഷോഭം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്ഷോഭത്തിന് പിന്തുണ കൊടുക്കുന്നവരെയൊക്കെ ശ്രദ്ധിക്കുക. PDP ഉണ്ട്, അവാമി ലീഗ് ഉണ്ട്, അതേപോലെ തന്നെ ഹുരിയത് കോൺഫറൻസ് ഉണ്ട് തുടങ്ങിയ പാർട്ടികളെല്ലാം കൂടി ഈ സംവരണത്തിന് എതിരെ അവിടെ സമരത്തിലാണിപ്പോൾ. വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മറ്റു കോൺഗ്രസ് നേതാക്കളോ മിണ്ടുന്നില്ല. കാരണം കാശ്മീരിലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും കൂടുതൽ സംവരണം കൊടുക്കണം എന്നൊക്കെ പറയുകയും ദളിത് കാർഡ് ഉയർത്തുകയും അതേപോലെ തന്നെ അംബേദ്കറെ പൊക്കി പിടിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്ന അതേ കൂട്ടർ തന്നെ കാശ്മീരിൽ എന്ന ദളിതർക്ക് സംവരണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ സമരം നടത്തുന്നത്. OBC സംവരണവും ദളിത് സംവരണവും ഇതിനെതിരെയാണ് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം തൊട്ട് അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ ഇതേപോലെ തന്നെ ഒരു സംവരണ വിരുദ്ധ സമരം അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയാണ്. വർഷങ്ങളോളം എടുത്തിട്ടാണ്. ഏറ്റവും ഒടുവിലാണ് നമ്മൾ ലാസ്റ്റ് കണ്ടതുപോലെ തന്നെ അവിടുത്തെ ഷെയ്ഖ് ഹസീന എന്ന പ്രധാനമന്ത്രിക്ക് രാജ്യം വിട്ട് ഓടേണ്ടി വന്നു. പക്ഷേ അതിനും ഒരു 1.5 വർഷത്തിന് മുന്നേ ആ സമരം തുടങ്ങിയിരുന്നു. പിന്നീട് ഇടയ്ക്കത് കെട്ടടങ്ങിയിരുന്നു. പിന്നെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ സമരം ശക്തി പ്രാപിച്ചത്. ഏതാണ്ട് അതിൻ്റെ രീതിയിൽ തന്നെ, ആ പാറ്റേണിൽ തന്നെ കാശ്മീരിലാണ് പക്ഷേ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം കാശ്മീരിലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അവർ ഈ സംവരണത്തിന് അനുകൂലവും കൂടുതൽ സംവരണം വേണമെന്ന് പറയുകയും എന്നാൽ കാശ്മീരിൽ നേരെ തിരിച്ചും പറയുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു നിലപാടുമില്ലാത്ത, യാതൊരു വ്യക്തതയുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായും ഒരു മുന്നണിയുമായി ഇന്ത്യ മുന്നണി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടുത്തെ പ്രത്യേക കാലാവസ്ഥയിൽ നമുക്കറിയാം, അവിടെ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷമായിട്ടുള്ളത്. അവിടെ ന്യൂനപക്ഷത്തിൽ നിൽക്കുന്നത് മറ്റുള്ള മതക്കാരും അതേപോലെ തന്നെ ദളിതരും OBCക്കാരും ഒക്കെയാണ്. അപ്പോൾ അവർക്കുള്ള സംവരണം കൊടുക്കാൻ പാടില്ല, അവർക്ക് സംവരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത്. അപ്പോൾ എത്രമാത്രം ഗൗരവമാണ് ഈ വിഷയം. എന്നിട്ടും ഇവിടെയുള്ള മാധ്യമങ്ങൾ അത് കാണിക്കുന്നില്ല. മറ്റെന്തെങ്കിലും സമരമായിരുന്നെങ്കിൽ ഇവരതിൻ്റെ ചിത്രങ്ങളും വിഷ്വലും എല്ലാം കാണിച്ച് അത് എത്രയോ ദിവസം അവർ ചർച്ച ചെയ്തേനെ. പക്ഷേ ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നിട്ടും ആ സമരത്തിന് ശക്തി കൂടി വന്നിട്ടും ഒരക്ഷരം പോലും ഇവർ അതിനെപ്പറ്റി പറയുന്നില്ല എന്നിടത്താണ് ഇവരുടെ ഗൂഢ ഉദ്ദേശം നമുക്ക് മനസ്സിലാവേണ്ടത്. പിന്നെ ഇവരുടെ ലക്ഷ്യമൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം കാശ്മീരിൽ മാത്രമേ ഇവർക്ക് ഈ സമരം കൊണ്ട് പോവാൻ പറ്റൂ. കാശ്മീരിന് പുറത്ത് മറ്റൊരു സ്ഥലത്തും ഈ സംവരണം വേണ്ട എന്നൊരു വാക്ക് അവർക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ അടിമേടിക്കും. പക്ഷേ കാശ്മീരിൽ ചെന്നപ്പോൾ അവർ ഉടനെ പ്ലേറ്റ് തിരിച്ച് അവിടെയുള്ള ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിന്നിട്ട് ഈ സമരം ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഇനിയെങ്കിലും രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരുപക്ഷെ അവരെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് ഇങ്ങനൊരു സമരം നടത്തിയാൽ നരേന്ദ്രമോദിയെ വരെ താഴെ ഇറക്കാൻ പറ്റുമെന്നൊക്കെ ആയിരിക്കും. പക്ഷേ അതൊരിക്കലും സാധ്യമല്ല. കാരണം ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് കാശ്മീരിന് പുറത്ത് അവർക്കൊരു സമരത്തിന് പോയിട്ട് എന്ന് പോലും അവർക്ക് പറയാൻ പറ്റില്ല. കാരണം അപ്പോഴേക്കും കോൺഗ്രസ് തന്നെ ഇല്ലാതായിപ്പോവും. എന്നിട്ടും കോൺഗ്രസ് ഈ കാശ്മീരിൽ ഈ സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഇരട്ടത്താപ്പിനെയാണ് ശരിക്കും ചോദ്യം ചെയ്യേണ്ടത്. ഇവിടെ ശരിക്കും ഇപ്പോഴും സംവരണമുണ്ട്. സംവരണം കുറേ കാലം കൂടി നിലനിർത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പാടില്ല, സംവരണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിൽ അരങ്ങേറിയ സമരത്തിന് തുല്യമായിട്ടുള്ള രീതിയിൽ അതേ പാറ്റേണിൽ തന്നെ ഒരു സമരം തുടങ്ങി വെച്ചിരിക്കുന്നു കാശ്മീരിൽ. ആ സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അടക്കമുള്ളവർ അതിൻ്റെ ഒപ്പം, ഇന്ത്യ മുന്നണി അതിൻ്റെ ഒപ്പം നിൽക്കുകയും എന്നാൽ അതിന് പുറത്ത് ദളിതെന്നും OBC എന്നും പിന്നോക്കക്കാരെന്നും അംബേദ്കറുടെ ചിത്രവും ഒക്കെ ആയിട്ട് വലിയ പ്രക്ഷോഭത്തിന് നടക്കുന്ന അതേ കൂട്ടർ
രാജ്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നടക്കുന്ന ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ്, എത്ര ഇരട്ടത്താപ്പാണ് എടുത്തത് എന്ന് കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയും ഈ കോൺഗ്രസുമൊക്കെ ഈ രാജ്യത്തിന് ആവശ്യമുള്ള ഒരു സംവിധാനമാണോ എന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിച്ചു പോകുന്നത്.